അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും മക്ക KMCC മീഡിയ വിങ്ങിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് അസീസിയയിലെ 40 ബെഡിന്റെ മുൻവശത്താണുള്ളത്. ഇവിടെ കണ്ട കാഴ്ച കണ്ടപ്പോൾ വളരെ സങ്കടമാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണമെന്ന് വെച്ചാൽ പല ഹജ്ജിന്റെ സ്വപ്നവുമായി നാട്ടിൽ നിന്നും വന്ന് പരിശുദ്ധ മക്കയിലെത്തിയപ്പോൾ പല അസുഖങ്ങളുമായിട്ട് ഈ 40 ബെഡിലും 30 ബെഡിലും വിവിധ ആശുപത്രികളിലുമാണ് നമ്മുടെ ഹജ്ജാജിമാരുള്ളത്. അത് മക്ക KMCCയിലെ മെഡിക്കൽ വിങ് അവർക്ക് താങ്ങും തണലുമായിട്ട് എന്നുമുണ്ട് എന്നാണ് ഞങ്ങൾ കണ്ട കാഴ്ചയിൽ കണ്ടത്. നമ്മുടെ മെഡിക്കൽ വിങ്ങിന്റെ കോർഡിനേറ്റർ ബഷീർ മാനപുരമായിട്ട് നമുക്ക് ചോദിച്ചറിയാം 40 ബെഡിലെ വിശേഷങ്ങളുമായി. കമാ അസ്സലാമലൈക്കും ബഷീർക്ക്, എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ ഈ രോഗികളെ കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് അറിയണം താല്പര്യമുണ്ട്. പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ രോഗികളായി വന്നിട്ടുണ്ട്. പിന്നെ 40 ബെഡിലാണെങ്കിലും 30 ബെഡിലാണെങ്കിലും ഒക്കെ വിവിധ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് മലയാളി ഹാജിമാരും അല്ലാത്തവരുമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാരെ ഡിസ്ചാർജ് ആയിപ്പോയി, ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. എല്ലാവർക്കും നമുക്ക് മക്ക KMCC നമ്മൾ KMCCക്കാരൻ എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ട എല്ലാ സേവനവും കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ലീഡർമാരൊക്കെ അതേപോലെ കുഞ്ഞുമാൻ സാഹിബ്, ജീപ്പൂട്ട് അവരൊക്കെ നിരന്തരം നിങ്ങളെ എല്ലാ മക്ക KMCC എല്ലാ നേതാക്കന്മാരും ലീഡർമാരെല്ലാം നമ്മൾ വിളിച്ചോണ്ടിരിക്കും. കുഞ്ഞുമാൻ സാഹിബ് ആണെങ്കിലും പൂക്കൂട്ടൂർ സാഹിബ് ആണെങ്കിലും ജീപ്പൂക്കോട്ടര് ഇവരെല്ലാം നമ്മൾ വിളിക്കുന്നുണ്ട്. ആ ആജി അവിടെ സുഖിലായി, ആജി ഇവിടെ സുഖില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്തിന് എടുക്കാൻ കഴിയുന്നുണ്ട്. ബഷീർ, ഞാൻ ഇപ്പൊ നിങ്ങൾ അറഫയിലേക്കൊക്കെ ഹാജിമാരെ കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെയുള്ള ഹാജിമാരൊക്കെ അറഫയിലേക്ക് പോയ ആ ഒരു അനുഭവം നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നു? അറഫയിലേക്ക് പോകുന്ന തലേ ദിവസം എന്നൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. ഹാജിമാർക്ക് നമ്മുടെ മക്ക KMCCയുടെ പ്രവർത്തകർ ചെയ്തു കൊടുത്തൊരു അനുഭവമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഹാജിമാർക്ക് അത്രയും ഉപകാരപ്പെട്ടൊരു സംഗതിയാണ് ഈ 40 ബെഡ് ഹോസ്പിറ്റൽ 30 ബെഡ് ഹോസ്പിറ്റലിൽ കിടന്ന് പേഷ്യന്റിന് നമ്മൾ കൊടുത്തത്. കാരണം അവർക്ക് ഭയങ്കര സങ്കടം വിഷമായിട്ടാണ് ഇവർ ഇവിടുന്ന് പോയത്. ഒന്നും കഴിയാത്ത ആളുകളെ KMCCയുടെ പ്രവർത്തകർ വന്ന് ഇവിടുന്ന് കുളിപ്പിച്ച് റാഹത്തായിട്ട് നല്ല സാധാരണ ആളുകൾ പോകുമ്പോൾ തന്നെയാണ് അവരും പോയത്. പക്ഷെ അവര് നടന്നല്ല പോയത്, അവർ ആംബുലൻസിലാണ് പോയത്. പക്ഷെ അവർക്ക് വേണ്ട എല്ലാ ഹജ്ജിന് പോകേണ്ട ആ സമയത്ത് എന്തെല്ലാം ചെയ്യേണ്ട അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സൗദി ഗവൺമെന്റ് അവർക്ക് എല്ലാ സംവിധാനവും സൗദി ഗവൺമെന്റും ഇന്ത്യൻ എംബസിയും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ മക്ക KMCCയുടെ പ്രവർത്തനമാണ് ചെയ്തത്. അത് കൂടെ നമ്മൾ നിന്ന് കൊടുത്തു. അല്ലെങ്കിൽ അത് റാഹത്തായിട്ടാണ് ഹജ്ജിമാർ കണ്ണീരോടാണ് അവർ ഹജ്ജിന് പോയത്. കാരണം അവർക്ക് നമ്മൾ മക്ക KMCCക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദിവസങ്ങളില്ല. കാരണം അവർ അത്ര വിഷമിച്ചിട്ടാണ് ഇവിടെ കിടന്നിരുന്നത്. അവർ പോലും വിചാരിച്ചിട്ടില്ല പ്രവർത്തകർ വന്ന് KMCCയുടെ പ്രവർത്തകർ വന്ന് ഇങ്ങനെ ഹജ്ജിന് കൊണ്ടുപോകുന്ന അവർ വിചാരിച്ചിട്ടില്ല. എന്റെ കൂടെ തന്നെ കാല് പൊട്ടത് ഊരപ്പൊട്ട് ആ പേഷ്യന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ട എല്ലാ സാധനവും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സംഘം അവരുടെ പ്രാർത്ഥന മതി മക്ക KMCC നമ്മുടെ പ്രവർത്തകർക്ക്. കാരണം അത്ര വിഷമിച്ച് കിടന്ന ആളുകള് റാഹത്തായിട്ടാണ് ഹജ്ജിന് പോയത്. പിന്നെ അവർ തിരിച്ചു വന്നിട്ട് നമ്മൾ തന്നെ മക്ക KMCCയുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം, സങ്കടം വന്നിട്ടുണ്ട്. അവർക്ക് ദുനിയാവൊന്നും മറക്കാൻ കഴിയാത്ത സംഗതിക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് മക്ക KMCCയുടെ മാത്രം പറ്റിയതാണ്. തീർച്ചയായിട്ടും ബഷീർ സാഹിബിന്റെ വികാരമായ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം പല ഹാജിമാരും നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ സാക്ഷിയായിട്ട് നമ്മുടെ നേതാക്കന്മാരായ പൂക്കോട്ട് സാഹിബൊക്കെ കബറടക്കുവാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുവാനും എല്ലാം നമ്മുടെ നേതാക്കന്മാർ. ഇതിനെല്ലാം നടുത്തൂണായി നമ്മുടെ മക്ക KMCCയുടെയും അതേപോലെ സൗദി നാഷണൽ KMCCയുടെയും പ്രസിഡന്റ് കുഞ്ഞുമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു ചുക്കാൻ പിടിക്കുന്ന ഒരു യന്ത്രത്തെ പോലെയാണ് മക്ക KMCC പ്രവർത്തകരെ വാനോളം അണിയിച്ചുകൊണ്ട് ഈ ഹാജിമാര് സേവനത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാവർക്കും എല്ലാ സേവനത്തിനും അർഹമായ പ്രതിഫലം അല്ലാഹു തആല ഇവർക്കെല്ലാം നൽകുമാറാട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസീസിയയിലെ 40 ബെഡിൽ നിന്നും ക്യാമറമാൻ അസീം മേൽമുറിയുടെ ഒപ്പം ഹുസൈൻ തെറ്റത്ത്.